എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന ജനങ്ങൾ ആണ് മലയാളികൾ. എടാ നിന്നോട് പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഒരു വിഭാഗം ആളുകളുടെ ദിവസക്കൂലി വർദ്ധിപ്പിച്ചു. നായകന്റെ വില്ലന്റെ ഇൻട്രൊഡക്ഷനാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജയിൽ പുള്ളികൾക്ക് ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനത്തിലും കേരളം 1ാം സ്ഥാനത്താണ്. അതായത് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളുടെ കൂലിയാണ് വർദ്ധിപ്പിച്ചത്. ഇവിടെ ശ്രീകോവിലും മാത്രമേ ഞാൻ തല കുനിച്ച് കയറുള്ളൂ. ഭഗവാനേ. ഇപ്പോഴിതാ അങ്ങനെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ദിവസക്കൂലി എന്നത് 620 രൂപയാക്കി സംസ്ഥാന സർക്കാർ ഉയർത്തിയിരിക്കുന്നു എന്ന്. നടിയെ ആക്രമിച്ച കേസിൽ 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഉൾപ്പെടെയുള്ളവർക്ക് 620 രൂപ ഒരു ദിവസം വേതനമായി നൽകുന്നു. ഇതാണോ പാറക്കൽ തറവാട്? അതെ. ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ജയിലിലെ ക്യാൻറ്റീൻ. ഇനി അവിദഗ്ധ തൊഴിലാളികൾ ആയിട്ടുള്ളവർ അവർക്ക് 530 രൂപ എന്നതാണ്. സെൻട്രൽ ജയിലിലെ തടവുകാർക്ക് ഇതിനു മുമ്പ് ലഭിച്ചിരുന്ന കൂലി എന്നത് 63 രൂപ ആയിരുന്നു എന്നതാണ്. അതിനോട് പ്രസക്തിയില്ല. കശവണ്ടി തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം എന്നത് 538 രൂപയാണ്. അയാൾക്ക് പണ്ടിയുടെ വില കൂടിയാലെന്തര് കുറഞ്ഞാലെന്തര് 5 വർഷം പിടിച്ച് തൂങ്ങണം, അത്രയല്ലേ ഉള്ളൂ. നിന്നെ പോലീസ് പിടിച്ചാ? എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ. എന്തിന്? പട്ടിണി കിടന്ന് ചാകാൻ. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. അത്ര സന്തോഷിക്കൊന്നും വേണ്ട. അവർക്ക് കൂട്ടിക്കൊടുക്കാൻ തുകയില്ല എന്ന് പറഞ്ഞ സർക്കാർ കൂടിയാണ്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. അവിടെ ആശാ വർക്കർമാരുടെ ഒരു ദിവസത്തെ വേതനം 400 രൂപയാണ്. കഷ്ടമുണ്ട് സാറേ, ഇപ്രാവശ്യം കട്ടിയതാ ശരിയാവില്ല. ആ കൂടെ കിട്ടുന്ന നക്കാപ്പിച്ച് അതിൽ പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോടെ. ആ പോയ 1000 പേര് വരും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം ഈ കഴിഞ്ഞിടെയാണ് ഉയർത്തിയത്. അങ്ങനെ ഉയർത്തിയപ്പോൾ പോലും അവരുടെ ഒരു ദിവസത്തെ വരുമാനം എന്നത് 369 രൂപ ആണ് എന്നതാണ്. കുറ്റവാളികളാണ്. അപ്പോൾ കുറ്റവാളികൾക്ക് വേതനം കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. റോഡിലാണോ പാവരിക്ക് കിടക്കുന്നത്? പിന്നെ ഞാൻ മതി എന്റെ വീട്ടിൽ കിടക്കണം. പോടാ പുല്ലേ. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്യില്ല. എന്റെ സ്വഭാവം പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുമോ? ഞാൻ പായം തല്ലാൻ എടുത്തോളാം. ലോകപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. അത് തന്നെ ഒരു നല്ലൊരു തീരുമാനമല്ലെന്നാണ് എന്റെ അഭിപ്രായം. 100% ഞാൻ യോജിക്കുന്നു.